അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഖത്തറിലുള്ള സൂക്ക് വാക്കിഫിലെ ബേർഡ്സ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കുന്നത്. ഖത്തറിലെ ടൂറിസ്റ്റ് പ്ലേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ദോഹയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സൂക്ക് വാക്കിഫ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണിത്. 2003 ഒരു തീപിടുത്തത്തിൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. അത് 2006 അവർ പുനർനിർമ്മിച്ചിട്ടുള്ളത്. അതും 19-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു രൂപഭംഗിയിലാണ് ഈ ഒരു കെട്ടിടം പുനർനിർമ്മിച്ചിട്ടുള്ളത്. 2008 കൂടിയിട്ടാണ് ഈ ഒരു പുനർനിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ സൂക്കിൽ പ്രധാനമായിട്ടും വിൽക്കുന്നത് സ്പൈസസ് ആണ്. ധാരാളം പലതരത്തിലുള്ള സ്പൈസസുകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ അറബിക് സ്വീറ്റ്സ്, ഡ്രസ്സ്, ചെരുപ്പ് ഇവയൊക്കെ നമുക്ക് കുറഞ്ഞ വിലക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഈ ഒരു സൂക്കിൻ്റെ എൻട്രൻസിലുള്ള മുറ്റത്ത് കുറേ ധാന്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പ്രാവുകൾ കൂട്ടത്തോടെ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുറ്റത്ത് ആ പ്രാവുകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പഴയ രൂപത്തിലുള്ള ഒരു കിണറിൻ്റെ ഷേപ്പിൽ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സൂക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ്. ഒരുപാട് പേര് ഇവിടുന്ന് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഈ ഒരു സൂക്കിലെ വേറൊരു മെയിൻ അട്രാക്ഷനാണ് ബേർഡ്സ് മാർക്കറ്റ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് വീട്ടിൽ വളർത്താൻ ആവശ്യമായിട്ടുള്ള ഡോഗ്, കാറ്റ്, ഫിഷ്, പക്ഷികൾ, കോഴികൾ, മുയൽ ഇവയൊക്കെ നമുക്ക് ഈ ഒരു ബേർഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ബാക്കി എന്തൊക്കെയാണ് ആ ഒരു ബേർഡ്സ് മാർക്കറ്റിലുള്ളതെന്ന് നമുക്ക് ഈ ഒരു വ്ളോഗിലൂടെ കാണാം. അതുപോലെ ഈ ഒരു സൂക്കിലുള്ള സ്പൈസസുകളുടെ സ്ഥലത്തൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഈ ഒരു ബേർഡ്സ് മാർക്കറ്റ് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം.
മുൻപൊക്കെ പക്ഷികളെ കയ്യിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അതുപോലെ മുൻപത്തേക്കാൾ കുറവാണ് ഇപ്പോൾ അവിടെയുള്ള പെറ്റ്സൊക്കെ. കോവിഡ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ഇടനാഴിയുടെ 2 സൈഡിലായിട്ട് കാണുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിലാണ് ഡ്രസ്സും ചെരുപ്പും സ്പൈസസൊക്കെ വിൽക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതിലൂടെ നടക്കുമ്പോൾ. ആ ഒരു ലൈറ്റ്സും ആ ഒരു കെട്ടിടത്തിൻ്റെ ആംബിയൻസും ഒക്കെ പഴയ രീതിയിലുള്ള ഒരു സ്ഥലത്ത് പോയ പോലെ തോന്നും. അതുപോലെ നല്ല സ്മെല്ലുമാണ് ഇവിടെ കൂടെ നടക്കുമ്പോൾ. ആ ഒരു പുതിയ ഡ്രസ്സിൻ്റെയും സ്പൈസസിൻ്റെയും ഒക്കെ സ്മെല്ലാണ് ഇവിടെ മുഴുവനും. പിന്നെ ഇതിനുള്ളിൽ അവിടെ ഇവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു കോഫി ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഇരുന്നിട്ട് കാമായിട്ട് നമുക്ക് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ അറബിക് സ്വീറ്റ്സ് ധാരാളം ഈ ഒരു സൂക്കിനുള്ളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ചൂടോട് കൂടിയിട്ട് അവർ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് അവിടുന്ന് വാങ്ങിയിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഒമാനി ഹൽവ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു അറബിക് സ്വീറ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. എന്തുകൊണ്ടും ടൂറിസ്റ്റുകൾക്കും അല്ലാത്തവർക്കും വീക്കെൻഡിലൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ സൂക്ക് വാക്കിഫ്. അപ്പോൾ സൂക്ക് വാക്കിഫിലെയും ബേർഡ്സ് മാർക്കറ്റിലെയും ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഖത്തറിലെ പുതിയ വിശേഷങ്ങളും റെസിപ്പീസും ഒക്കെ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളെന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.